ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പെണ്ണെഴുത്ത് പഠിക്കൽ തെറ്റാണെന്ന് പറഞ്ഞു. ഷാഫി ഇമാമി കഥ അറിയുകോ? അവസാനം അത് ഇല്ല മക്കളെ എന്ന് മുജാഹിദ് പണ്ഡിതന്മാർ നടു റോട്ടിലും നാട്ടിലും വീട്ടിലും കയറി ശക്തമായി പ്രമാണങ്ങൾ ഉദ്ധരിച്ചു പറഞ്ഞപ്പാ എന്നാ ശരി അത് നിർത്തി. ഇപ്പൊ നമ്മളത് പറഞ്ഞാൽ എന്താ പറയാ? ഞങ്ങളത് പറഞ്ഞിട്ടില്ല എന്നാണ്. പണ്ടൊരു കഥ പറയുന്നേക്കാം. ഒരു കള്ളം തേങ്ങ പറിക്കാൻ കയറി തെങ്ങുമ്മ. അപ്പൊ ആളുകളോട് എന്തിനാണ് ആ തെങ്ങുമ്മ കയറുന്നത്? അപ്പൊ പറഞ്ഞു ഞാൻ ചൗളി വരയ്ക്കാനാണ്. പണ്ട് വരക്കണ ചണ്ടി ഉണ്ടല്ലോ. അപ്പൊ പറഞ്ഞു എന്താണ് ചൗളി തെങ്ങുമ്മയാണോ? അതുകൊണ്ടല്ലേ ഇപ്പൊ ഞാൻ ഇറങ്ങും ചെയ്തിട്ടുള്ളത്. ഇത്രയേ ഉള്ളൂ ഇത്തരം കാര്യങ്ങൾ പറയുമ്പോഴുള്ള മറുപടി. എന്തേ 1930 പെണ്ണെഴുത്ത് പഠിക്കൽ തെറ്റാണെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ എന്തേ അത് തിരുത്തിയത് എന്ന് ചോദിച്ചു. എവിടെ ആര് തിരുത്തി? എന്താ പ്രശ്നം? ഞങ്ങളിതൊന്നും അറിയില്ലോ. മറുപടി ഇങ്ങനെയാണ് നമ്മൾ കേൾക്കാറുള്ളത്. നിങ്ങൾ നോക്കൂ, ഇത് ദീനിന്റെ കാര്യമില്ലേ? ദീനിന്റെ കാര്യമാകുമ്പോ നമ്മൾ കേൾക്കാറുള്ള സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറഞ്ഞാൽ 40 പണ്ഡിതന്മാർ കൂടിയ സഭയാണ്. 40 ആട് കൂടിയാൽ അതിലൊരു ഔലിയ ഉണ്ടാകും, അവർക്ക് തെറ്റൂലാന്നാ. പക്ഷെ മുസ്തഫ ഫൈസി അങ്ങനെയല്ല എഴുതിയത്. എന്താ ആലിബാബി 41 കള്ളന്മാരും. നഅൂദുബില്ല. മുജാഹിദുകളൊന്നും അങ്ങനെ പറയില്ല, ഒരിക്കലും പറയില്ല, പറയാനും പാടില്ല. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ പണ്ഡിത സഭ കൂടി ഒരു തീരുമാനമെടുത്ത് പ്രമേയം പാസാക്കിയിട്ടാണ് പറഞ്ഞത് പെണ്ണുങ്ങളെ എഴുത്ത് പഠിപ്പിക്കാൻ പാടില്ല. തിരുത്തി. എന്താ തിരുത്താൻ കാരണം? മുജാഹിദുകൾ അക്കമിട്ട് മറുപടി പറഞ്ഞപ്പോ തിരുത്തേണ്ടി വന്നു. അതുപോലെ ഞാൻ പറയുന്നു, ഇങ്ങനെ ഓരോ കാര്യങ്ങളും കൃത്യമായി ഇവിടെയുള്ള സാധാരണക്കാർ കൂടെ സഹകരിച്ചാൽ ഉസ്താദുമാർക്ക് തിരുത്താൻ ഒരു